ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ കളറിലുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലാണുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ കളർ പെയിൻറ്റ് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ഇതുപോലെ 3 ലീവ്സ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരയ്ക്കൊന്നും വേണ്ട, ബ്രഷ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ ബ്രഷിൻ്റെ സൈസ് 8 ആണ് കേട്ടോ. ബ്രഷുകളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേലെയോ താഴെയൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അറിയണമെന്ന് ആഗ്രഹമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ പെയിൻറ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ പെയിൻറ്റിൻ്റെ ഉള്ളിൽ ഒരല്പം യെല്ലോ കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും. അതും മുമ്പ് അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ 3 ലീവ്സ് അടുത്തടുത്ത് വരുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ പൂക്കൾ വരച്ച് കൊടുക്കണം. അതിനായിട്ട് വൈറ്റ് കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് കുറച്ചും കൂടി ചെറിയ സൈസിലുള്ളതാണ്. ഈ ബ്രഷിൻ്റെ സൈസ് 4 ആണ് കേട്ടോ. റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ഇതുപോലെ ചുറ്റുമുള്ള ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിലൊന്ന് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൂവിൻ്റെ സൈസ് കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ ബ്രഷ് ഒന്ന് വലിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്കൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് എത്ര പൂക്കൾ വേണോ അത്രയും പൂക്കൾ ഇതിൽ വരച്ച് കൊടുക്കാം. ചെറുതും വലുതൊക്കെ ആയിട്ട് നമ്മളിതുപോലെ നിറച്ച് പൂക്കൾ ഇതിൽ വരച്ച് കൊടുക്കാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് രാത്രിയിലുള്ളൊരു വ്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ലീവ്സ് ഒന്നും ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല. ഡാർക്കും ലൈറ്റും ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ ഉണ്ടായാൽ മാത്രം മതി. വൈറ്റ് കളർ പൂക്കളാണ് ഇതിലിങ്ങനെ തെളിഞ്ഞ് നിൽക്കേണ്ടത്. ഇനി പൂക്കളുടെ നടുക്കിലായിട്ട് യെല്ലോ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഇതിൻ്റെ സ്റ്റെമ്മാണ്. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് തിന്നായിട്ടുള്ള ലൈനർ ബ്രഷ് യൂസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ സ്റ്റെമ്മ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റെമ്മ് വരച്ച് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കോട്ടൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാർണിഷ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി അല്ല, വരയ്ക്കാനൊന്നുമില്ല. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്